Hello students, welcome back to our physics class. നമ്മൾ ഏത് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഏതാണ്? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ സ്പീഡും വെലോസിറ്റിയും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നോൺ യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. ഇന്നെന്താ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? നോൺ യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. ഓക്കെ, തുടങ്ങാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ക്ലാസ് വിത്ത് നോൺ യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. എന്താ നോൺ യൂണിഫോം സ്പീഡ്? ഒരു ബോഡി സപ്പോസ് ആദ്യത്തെ 2 സെക്കൻഡ്സിൽ 10 മീറ്റർ ട്രാവൽ ചെയ്ത നമ്മുടെ ബോഡി. ഓക്കെ, ആദ്യത്തെ 2 സെക്കൻഡ്സിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് 2 സെക്കൻഡ്സിൽ എൻ്റെ ബോഡി 10 മീറ്റർ ട്രാവൽ ചെയ്തെന്ന് വിചാരിക്കാം. ഓക്കെ, അയാൾ നെക്സ്റ്റ് 2 സെക്കൻഡ്സ് എന്ത് ചെയ്തെന്നറിയാവോ? ഇറ്റ് ട്രാവൽസ്. നമ്മൾ നോക്കിയപ്പോൾ അയാൾ നെക്സ്റ്റ് 2 സെക്കൻഡ്സിൽ 20 മീറ്റർ ട്രാവൽ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇൻ ദ നെക്സ്റ്റ് 2 സെക്കൻഡ്സ് ഇറ്റ് ട്രാവൽസ് 30 മീറ്റർ. കണ്ടോ? അപ്പോൾ എൻ്റെ ബോഡി എങ്ങനെ ട്രാവൽ ചെയ്തത്? ആദ്യത്തെ 2 സെക്കൻഡ്സിൽ 10 മീറ്റർ ട്രാവൽ ചെയ്ത ആൾ നെക്സ്റ്റ് 2 സെക്കൻഡ്സിൽ 20 മീറ്റർ ട്രാവൽ ചെയ്തു. അടുത്ത 2 സെക്കൻഡ്സിൽ 30 മീറ്റർ ട്രാവൽ ചെയ്തു. എങ്കിൽ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ബോഡി ഫോർ ദ ഫസ്റ്റ് 2 സെക്കൻഡ്? ആദ്യത്തെ 2 സെക്കൻഡിലായിട്ട് സ്പീഡ് എത്രയാ? നോക്കാം. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. 10 മീറ്റർ ബൈ 2 സെക്കൻഡ് എന്ന് വെച്ചാൽ എത്ര കിട്ടും? 5 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. അപ്പോൾ ആദ്യത്തെ 2 സെക്കൻഡിൽ അയാൾ ഏത് സ്പീഡിലാണ് പോയത്? 5 മീറ്റർ പെർ സെക്കൻഡിൽ. ശരിയല്ലേ? എങ്കിൽ നമ്മളോട് അവർ ചോദിക്കുക വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ബോഡി ഫോർ ദ ടോട്ടൽ 4 സെക്കൻഡ്. 4 സെക്കൻഡ് കൊണ്ട് അയാൾ എത്ര ദൂരം പോയി? നോക്കാം. 10 + 20 30 മീറ്റർ ബൈ എത്ര ടൈം? 2 സെക്കൻഡ്സ്. ശരിയല്ലേ? 30/4 സെക്കൻഡ്സ്. 30/4 എന്ന് വെച്ചാൽ എത്ര? 15/2 വിച്ച് ഈസ് ഈക്വൽ ടു 7.5 മീറ്റർ പെർ സെക്കൻഡ്. ശരിയല്ലേ? അല്ലേ? എങ്കിൽ വാട്ട് ഈസ് ദ സ്പീഡ് ഫോർ ദ ടോട്ടൽ 6 സെക്കൻഡ്സ്? 30 + 30 60 ബൈ 6 സെക്കൻഡ്സ്. ഓക്കെ, 30 + 30 60. ഇവിടെ എത്രയായിരുന്നു? 4 സെക്കൻഡ്. അപ്പോൾ 60/6 സെക്കൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. ഓവർ റൈറ്റിംഗ് വന്നു. ഓക്കെ, അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? ആദ്യത്തെ 2 സെക്കൻഡ്സിൽ 5 മീറ്റർ പെർ സെക്കൻഡ് ട്രാവൽ ചെയ്ത ആൾ നെക്സ്റ്റ് മൊത്തം 4 സെക്കൻഡ്സ് കൊണ്ട് 7.5 മീറ്റർ പെർ സെക്കൻഡ് ട്രാവൽ ചെയ്തു. 6 സെക്കൻഡ്സ് കൊണ്ട് 10 മീറ്റർ പെർ സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്നു. ശരിയല്ലേ? വെദർ ദ സ്പീഡ് ഓഫ് ദ ബോഡി റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ്. എൻ്റെ ബോഡിയുടെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണോ? അല്ല. വാട്ട് ഹാപ്പൻസ്? എൻ്റെ ബോഡിയുടെ സ്പീഡ് കൂടാൻ തുടങ്ങി, ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ശരിയല്ലേ? എങ്ങനെ ട്രാവൽ ചെയ്തപ്പോൾ? 2 സെക്കൻഡ്സിൽ 10 മീറ്റർ ട്രാവൽ ചെയ്ത ആൾ നെക്സ്റ്റ് 2 സെക്കൻഡ്സിൽ 20 മീറ്റർ ട്രാവൽ ചെയ്തപ്പോൾ, നെക്സ്റ്റ് 2 സെക്കൻഡ്സിൽ 30 മീറ്റർ ട്രാവൽ ചെയ്തപ്പോൾ. ശരിയല്ലേ? അപ്പോൾ എന്താ സ്പെഷ്യാലിറ്റി? എ ബോഡി കവേഴ്സ് 10 മീറ്റർ ഇൻ ദ ഫസ്റ്റ് 2 സെക്കൻഡ്, 20 മീറ്റർ ഇൻ ദ നെക്സ്റ്റ് 2 സെക്കൻഡ് ആൻഡ് 30 മീറ്റർ ഇൻ ദ നെക്സ്റ്റ് 2 സെക്കൻഡ്. അപ്പോൾ എനിക്ക് എങ്ങനെ പറയാം? എ ബോഡി കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. നമ്മുടെ ബോഡി എങ്ങനെ ട്രാവൽ ചെയ്തത്? അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. Then the speed of the body continuously changes. കണ്ടോ? എൻ്റെ സ്പീഡ് 5 ആയിരുന്നെങ്കിൽ പിന്നീട് അത് 7.5 ആയി, പിന്നീട് അത് 10 ആയി. അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ആൻഡ് then it is called as the non-uniform speed. അങ്ങനെയുള്ള സ്പീഡിൻ്റെ പേരാണെന്ത്? non-uniform speed. Okay, so what is non-uniform speed? If a body covers unequal distance in equal intervals of time, what happens? The velocity of the body continuously, the speed of the body continuously changes, and this changing speed is called as the non-uniform speed. Okay, അപ്പോൾ എന്താ നോൺ യൂണിഫോം വെലോസിറ്റി? നോൺ യൂണിഫോം സ്പീഡ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? നോൺ യൂണിഫോം വെലോസിറ്റി. പറഞ്ഞോളൂ. വാട്ട് ഈസ് നോൺ യൂണിഫോം വെലോസിറ്റി? ഇഫ് എ ബോഡി കവേഴ്സ്
unequal displacements in equal intervals of time. ശരിയല്ലേ? നോൺ യൂണിഫോം സ്പീഡിൽ എങ്ങനെ പറഞ്ഞു? unequal distance in equal intervals of time എന്ന് പറഞ്ഞെങ്കിൽ നോൺ യൂണിഫോം വെലോസിറ്റിയിൽ എങ്ങനെ പറയാം? if a body covers unequal displacements in equal intervals of time, the velocity of the body continuously changes, and this changing velocity is called as the non-uniform velocity. Clear? അപ്പോൾ എന്താ നമ്മുടെ നോൺ യൂണിഫോം വെലോസിറ്റി? if a body covers unequal displacements, എങ്ങനെ ട്രാവൽ ചെയ്തു? unequal displacementsൽ എങ്ങനെ? in equal intervals of time, then it is called as the non-uniform velocity. Clear? ഇനി ബാക്കി നോക്കാം. when a body moves with a non-uniform velocity, എൻ്റെ ബോഡി നോൺ യൂണിഫോം ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ, നോൺ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെലോസിറ്റി കണ്ടിന്യൂസ്ലി ചേഞ്ചസ് എന്നല്ലേ അർത്ഥം? നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് വെച്ചാൽ അയാളുടെ വെലോസിറ്റി കണ്ടിന്യൂസ്ലി മാറുന്നു എന്നല്ലേ അർത്ഥം? അങ്ങനെ വെലോസിറ്റി കണ്ടിന്യൂസ്ലി മാറിയാൽ വി വിൽ ഗെറ്റ് എ ന്യൂ ക്വാണ്ടിറ്റി. നമുക്ക് എന്ത് കിട്ടും? ഒരു പുതിയ ക്വാണ്ടിറ്റി കിട്ടും. ആൻഡ് ദാറ്റ് ന്യൂ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ആസ് ദ ആക്സിലറേഷൻ ഓഫ് ദ ബോഡി. ഒരു ബോഡിയുടെ വെലോസിറ്റി കണ്ടിന്യൂസ്ലി മാറിയാൽ, when the velocity of a body continuously changes, it results in a new quantity, and that quantity is called as the acceleration. Okay, clear? അപ്പം വെലോസിറ്റി മാറിയപ്പോൾ എനിക്കൊരു പുതിയ ക്വാണ്ടിറ്റി കിട്ടി. അതിൻ്റെ പേരാണ് എന്ത്? ആക്സിലറേഷൻ. ഓക്കെ, എങ്കിൽ ഇനി നമ്മൾ എന്തെടുക്കാൻ പോവാ? നോൺ യൂണിഫോം മോഷൻ or uniformly accelerated motion. ഇനി നമ്മൾ എന്തെടുക്കാൻ പോവാ? നോൺ യൂണിഫോം മോഷൻ അല്ലെങ്കിൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് നോൺ യൂണിഫോം മോഷൻ എന്ന് പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞു, ഇഫ് എ ബോഡി കവേഴ്സ് അൺഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം, ഒരു ബോഡി എങ്ങനെ ട്രാവൽ ചെയ്യുന്നു? അൺഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് കവർ ചെയ്തുകൊണ്ട് ട്രാവൽ ചെയ്യുന്നു. എപ്പോൾ? ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ. ശരിയല്ലേ? ആദ്യത്തെ 2 സെക്കൻഡ്സിൽ 10 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് കാണിച്ച ആള് അടുത്ത 2 സെക്കൻഡ് ആയപ്പോഴത്തേക്കും 20 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് കാണിച്ചു. അടുത്ത 2 സെക്കൻഡ് ആയപ്പോഴത്തേക്കും 30 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് കാണിച്ചു. ശരിയല്ലേ? അൺഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം ഒരു ബോഡി ട്രാവൽ ചെയ്തപ്പോൾ അയാളുടെ വെലോസിറ്റി കണ്ടിന്യൂസ്ലി ചേഞ്ചസ്, ആൻഡ് ദാറ്റ് ചേഞ്ചിങ് വെലോസിറ്റി ഈസ് കോൾഡ് ആസ് ദ നോൺ യൂണിഫോം വെലോസിറ്റി. ശരിയല്ലേ? ഇനി അങ്ങനെ വെലോസിറ്റി മാറിയപ്പോൾ നമുക്കൊരു ആക്സിലറേഷൻ കിട്ടിയെന്ന് പറഞ്ഞില്ലേ? ഒരു പുതിയ ക്വാണ്ടിറ്റി ആക്സിലറേഷൻ, ഒരു പുതിയ ക്വാണ്ടിറ്റി കിട്ടി, കോൾഡ് ആസ് ദ ആക്സിലറേഷൻ. ആൻഡ് വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് അവർ നോൺ യൂണിഫോം മോഷൻ? നമ്മുടെ നോൺ യൂണിഫോം മോഷൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? വെലോസിറ്റി കണ്ടിന്യൂസ്ലി മാറി എന്ന് പറഞ്ഞു, അതുകൊണ്ടൊരു ആക്സിലറേഷൻ കിട്ടിയെന്നും പറഞ്ഞു. ശരിയല്ലേ? വെലോസിറ്റി കണ്ടിന്യൂസ്ലി ചേഞ്ച് ആവണം, എന്നാൽ അതുകൊണ്ട് കിട്ടിയ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കണം. എന്താ പറഞ്ഞേ? നമ്മുടെ നോൺ യൂണിഫോം മോഷൻ എന്ന് വെച്ചാൽ അത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആയിരിക്കണം. എന്തൊരു മോഷൻ ആയിരിക്കണം? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് വെച്ചാൽ വെലോസിറ്റി മാറിയപ്പോൾ എനിക്കൊരു ആക്സിലറേഷൻ കിട്ടി. വെലോസിറ്റി മാറിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ആക്സിലറേഷൻ. ആ കിട്ടിയ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് നിന്നാൽ മാത്രമേ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നുള്ളൂ? നോൺ യൂണിഫോം മോഷൻ. ദാറ്റ് മീൻസ് അവർ നോൺ യൂണിഫോം മോഷൻ ഈസ് ഓൾവേസ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. നമ്മുടെ നോൺ യൂണിഫോം മോഷൻ എന്ന് വെച്ചാൽ എന്താണ്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. നോൺ യൂണിഫോം ആയതുകൊണ്ട് വെലോസിറ്റി മാറി, വെലോസിറ്റി മാറിയപ്പോൾ ആക്സിലറേഷൻ കിട്ടി. പക്ഷെ കിട്ടിയ ആക്സിലറേഷൻ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ദി ആക്സിലറേഷൻ throughout the motion remains a constant. Okay, velocity continuously change ആയി, velocity change ചെയ്തത് കൊണ്ട് ഒരു ആക്സിലറേഷൻ കിട്ടി, പുതിയ ക്വാണ്ടിറ്റി ആക്സിലറേഷൻ കിട്ടി. ആ കിട്ടിയ ആക്സിലറേഷൻ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. മനസ്സിലായോ? ഓക്കെ, ആൻഡ് such a motion is called as non-uniform motion or uniformly accelerated motion. അപ്പോൾ എന്താ നമ്മുടെ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ഓർ നോൺ യൂണിഫോം മോഷൻ എന്ന് വെച്ചാൽ? വൺസ് മോർ നമുക്കൊന്ന് പറയാം. ഇഫ് എ ബോഡി കവേഴ്സ് അൺഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. എൻ്റെ കൂടെ എല്ലാവരും പറയുന്നുണ്ടല്ലോ, മിസ്സിൻ്റെ കൂടെ
പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഇഫ് എ ബോഡി കവേഴ്സ് അൺഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം, the velocity of the body continuously changes, resulting in an acceleration. And a motion with continuously changing velocity but constant acceleration. Velocity continuously മാറിയേം വേണം, പക്ഷെ കിട്ടുന്ന ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആവുകയും വേണം. അങ്ങനെയുള്ള മോഷനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? നോൺ യൂണിഫോം മോഷൻ ഓർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ക്ലിയർ? മനസ്സിലായോ? അപ്പം നമ്മൾ പഠിക്കുന്ന നോൺ യൂണിഫോം മോഷൻ എങ്ങനെയാണ്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. ക്ലിയർ ആണല്ലോ? ഗുഡ്. മനസ്സിലായി? അപ്പം ഇന്നിന് നമ്മൾ നോൺ യൂണിഫോം മോഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാം. ഓക്കെ, ക്ലിയർ? ഓൾ ഓഫ് ദി ഇക്വേഷൻസ് റിലേറ്റഡ് ടു നോൺ യൂണിഫോം മോഷൻ, എവറിത്തിങ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോഴേ നമ്മുടെ നോൺ യൂണിഫോം മോഷനിൽ കിട്ടിയ പുതിയ ക്വാണ്ടിറ്റി ആണ് എന്ത്? ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഈസ് ഓൾവേസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സ്മോൾ എ. സ്മോൾ ലെറ്റർ എ ഇട്ടാണ് നമ്മൾ ആക്സിലറേഷൻ, ക്യാപിറ്റൽ ലെറ്റർ എ ഇടാറില്ല. ക്ലിയർ? എന്താണ് ആക്സിലറേഷൻ നോക്കാം. എപ്പോഴും എനിക്ക് ആക്സിലറേഷൻ കിട്ടിയത് വെലോസിറ്റി മാറിയപ്പോൾ, ശരിയല്ലേ? വെലോസിറ്റി കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തപ്പോൾ. അപ്പോൾ ആക്സിലറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ദ ചേഞ്ച് ഇൻ വെലോസിറ്റി, എത്രമാത്രം വെലോസിറ്റി മാറി, അതിനെത്ര സമയം എടുത്തു. വെലോസിറ്റി മാറി, അപ്പോൾ എത്ര സമയം കൊണ്ടാണ് വെലോസിറ്റി ഇത്രയും മാറിയത്. Okay, so what is acceleration? It is the rate of change of velocity of an object with time. It is the rate of change of velocity of an object with time is called acceleration. That is, അപ്പം നമുക്ക് ഇതിനകത്തൊരു പുതിയ ക്വാണ്ടിറ്റി കിട്ടിയില്ലേ? ആക്സിലറേഷൻ. അപ്പം എന്താ ഈ ആക്സിലറേഷൻ എന്ന് നോക്കണ്ടേ? നമുക്ക് നോൺ യൂണിഫോം മോഷനിൽ കിട്ടിയ ഒരു ക്വാണ്ടിറ്റിയാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്താണെന്ന് നമുക്ക് നോക്കണം, ശരിയല്ലേ? സോ വാട്ട് ഈസ് ആക്സിലറേഷൻ? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ്. എന്താ ആക്സിലറേഷൻ? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അതായത് നമ്മുടെ നോൺ യൂണിഫോം മോഷനകത്ത് വെലോസിറ്റി കണ്ടിന്യൂസ്ലി മാറുമെന്ന് നമ്മൾ പറഞ്ഞു. വെലോസിറ്റി എന്ത് ചെയ്യും? കണ്ടിന്യൂസ്ലി ചേഞ്ചസ്. അങ്ങനെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടിയ ആക്സിലറേഷൻ എത്രയെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ടേക്ക് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അപ്പോൾ എന്താ ഈ റേറ്റ് എന്ന് വെച്ചാൽ? റേറ്റ് എന്ന് വെച്ചാൽ ഡിവൈഡഡ് ബൈ ടൈം എന്നാ. ഫിസിക്സിൽ റേറ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ടൈം എന്നാ, ശരിയല്ലേ? അപ്പം ചേഞ്ച് ഇൻ വെലോസിറ്റിയെ, എത്രമാത്രം വെലോസിറ്റി മാറിയോ, ചേഞ്ച് ഇൻ വെലോസിറ്റിയെ ടൈം ടേക്കൺ വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് എന്ത്? ആക്സിലറേഷൻ. ഓക്കെ, സോ വാട്ട് ഈസ് ആക്സിലറേഷൻ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ. നമ്മൾ എത്ര ടൈം കൊണ്ടാണ് ഇത്രയും വെലോസിറ്റി മാറി വന്നത്, വെലോസിറ്റിക്കകത്തുണ്ടായ ചേഞ്ച് എത്ര ടൈം കൊണ്ടുണ്ടായി, ദാറ്റ് ഈസ് കോൾഡ് ആസ് ആക്സിലറേഷൻ. The rate of change of velocity is called as acceleration, or acceleration is written as change in velocity by time taken. എങ്ങനെയാണ് ആക്സിലറേഷൻ എഴുതുന്നത് നമ്മൾ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ എന്നാ. ക്ലിയർ? അങ്ങനാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ആണെങ്കിലും വെലോസിറ്റി തന്നെയല്ലേ? 10 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 5 മീറ്റർ പെർ സെക്കൻഡ് കുറച്ചാൽ ബാക്കി 5 മീറ്റർ പെർ സെക്കൻഡ് എന്നാ കിട്ടുന്നത്. അപ്പം വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി? ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാണ്. താഴെ ഒരു ടൈം കൂടുണ്ട്, അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സെക്കൻഡ്, അപ്പോൾ എത്ര കിട്ടും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആൻഡ് ഇറ്റ്സ് ഡയമെൻഷൻ ഈസ്, അതിൻ്റെ ഡയമെൻഷൻ എത്രയാ? മീറ്ററിന് എല്ലും ടൈമിന് ടിയും. അപ്പോൾ എൽ t⁻². അപ്പോൾ ഫോം എഴുതുമ്പോൾ എങ്ങനെ എഴുതും? m0 L1 t⁻². ക്ലിയർ? ഓക്കെ, അപ്പോൾ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ഡയമെൻഷൻ LT⁻². ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ പറയുക, ആക്സിലറേഷനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോവാം. ആക്സിലറേഷനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോവാ. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ആസ് പോസിറ്റീവ് ആക്സിലറേഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് ആസ് ദ നെഗറ്റീവ് ആക്സിലറേഷൻ.
ഓക്കെ, എപ്പോഴാ പോസിറ്റീവ് എപ്പോഴാ നെഗറ്റീവ് നോക്കാം. ഒരു ബോഡി ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷൻ, ഒരു ബോഡിയുടെ ഡയറക്ഷൻ ഓഫ് മോഷൻ, അതേ ഡയറക്ഷനിൽ ആക്സിലറേഷനും പോയാൽ അതിനെ പോസിറ്റീവ് ആക്സിലറേഷൻ എന്നും, അതേസമയം ഡയറക്ഷൻ ഓഫ് മോഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ വന്നാൽ അതിനെ നമ്മൾ നെഗറ്റീവ് ആക്സിലറേഷൻ എന്നും വിളിക്കും. അപ്പം എന്താ ആക്സിലറേഷൻ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞത്? ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ഇസ്, നമ്മൾ എടുക്കുന്ന നമ്മുടെ മോഷൻ്റെ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ ബോഡി. എങ്ങനെയാണ്? എൻ്റെ ബോഡിയുടെ മോഷൻ്റെ അതേ ഡയറക്ഷനിലാണ് ആര് പോകുന്നത്? എൻ്റെ ബോഡിയുടെ ആക്സിലറേഷനും പോകുന്നത്. ആക്സിലറേഷൻ്റെ ഡയറക്ഷനും മോഷൻ്റെ ഡയറക്ഷനും സെയിം ആണെങ്കിൽ അതിനെ പോസിറ്റീവ് എന്നും, അതല്ല ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ മോഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി നെഗറ്റീവ് ആക്സിലറേഷൻ. മനസ്സിലായോ? അപ്പം പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ഓഫ് മോഷനും ആക്സിലറേഷൻ്റെ ഡയറക്ഷനും സെയിം ആയിരിക്കണം. നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് വെച്ചാൽ മോഷൻ്റെ ഡയറക്ഷനും ആക്സിലറേഷൻ്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആയിരിക്കണം. അപ്പോൾ എന്ത് പറയും? നെഗറ്റീവ് ആക്സിലറേഷൻ. കാര്യം മനസ്സിലായല്ലോ? പോസിറ്റീവ് എപ്പോഴാ, നെഗറ്റീവ് എപ്പോഴാ. അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് ആക്സിലറേഷൻ ഇസ് ഓൾസോ ക്ലാസിഫൈഡ് ഇൻ ടു മറ്റൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ആവറേജ് ആക്സിലറേഷൻ, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. ആക്സിലറേഷനെ നമ്മൾ എങ്ങനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ആവറേജ് എന്നും ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്നും പറഞ്ഞ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ആവറേജ്? നമ്മൾ വെലോസിറ്റി ക്ലാസിഫൈ ചെയ്തില്ലായിരുന്നോ? അതേപോലെ തന്നെ ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ഇതേപോലെ തന്നെ ആക്സിലറേഷനെ നമ്മൾ ആവറേജ് ആക്സിലറേഷൻ എന്നും ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്നും പറഞ്ഞ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ആവറേജ് ആക്സിലറേഷൻ എന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്, ആവറേജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടോട്ടൽ ടൈം ടേക്കൺ. മൊത്തം എത്രമാത്രം വെലോസിറ്റി മാറി, അതിനെത്ര ടൈം എടുത്തു, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദി ആവറേജ് ആക്സിലറേഷൻ. ദ ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് ദ ഓബ്ജെക്റ്റ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ടൈം ടേക്കൺ. ഫുൾ എത്രമാത്രം വെലോസിറ്റി മാറി, അതിന് ടോട്ടൽ എത്ര സമയം എടുത്തു, ദാറ്റ് ഈസ് കോൾഡ് ആസ് ആവറേജ് ആക്സിലറേഷൻ. ആൻഡ് എ ആവറേജ് അപ്പോൾ നമുക്ക് എങ്ങനെ കാണിക്കാം? ദ ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡെൽറ്റ വി by the total time taken delta t. ആവറേജ് ആക്സിലറേഷൻ എടുക്കാം, എങ്ങനെ എടുക്കാം? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ദ ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റിയെ നമ്മൾ ഡെൽറ്റ വി എന്നും ടോട്ടൽ ടൈമിനെ നമ്മൾ ഡെൽറ്റ ടി എന്നും കാണിക്കും. ഓക്കെ, സോ ആക്സിലറേഷൻ ഈസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ആവറേജ് ദ ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടോട്ടൽ ടൈം ടേക്കൺ. മനസ്സിലായോ? ഓക്കെ, ഫുൾ എടുക്കുന്ന കഴിഞ്ഞാൽ നമ്മൾ ആവറേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്തായിരിക്കും? ആവറേജ് ഫുൾ മോഷന്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് എന്താ? ദ ആക്സിലറേഷൻ ഓഫ് എ ബോഡി അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ ആക്സിലറേഷന്റെ പേരാണെന്ത്? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. ഓക്കെ, ആൻഡ് ഹൗ ടു ടേക്ക് ദ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ നമ്മൾ പഠിച്ചു, നമ്മൾ നേരത്തെ പഠിച്ചു. അതേപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എടുത്തതുപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എടുക്കാൻ പോവാം. ദാറ്റ് ഈസ് നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിലുള്ള മെത്തേഡ് ആവറേജ് തന്നെ. എന്ത് തന്നെയാണ് ആവറേജ്. അപ്പം നമ്മൾ എന്ത് എടുക്കണം? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എടുക്കണം. എന്തെടുക്കണം? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എടുക്കണം. പക്ഷേ അങ്ങനെ എടുക്കുമ്പോൾ ആവറേജിൽ നിന്ന് ഇൻസ്റ്റന്റേനിയസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താണ് ആ ലിമിറ്റേഷൻ? എൻ്റെ ഡെൽറ്റ ടി എന്ന് പറയുന്ന ടൈം ഇൻ്റർവൽ കുറഞ്ഞ് എത്ര കുറയാവോ? കുറഞ്ഞ് സീറോയുടെ അടുത്തോട്ട് ചെല്ലുന്നതനുസരിച്ചായിരിക്കും ആവറേജ് എന്തായി മാറുന്നത്? ഇൻസ്റ്റന്റേനിയസ് ആയി മാറുന്നത്. ശരിയല്ലേ? അപ്പം നമ്മൾ അവിടെ ഒരു കണ്ടീഷൻ കൊടുത്തായിരുന്നു. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് കണ്ടീഷൻ? ലിമിറ്റ് അല്ലേ, ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ആവറേജ് ആണ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. അത് ആവറേജിൽ നിന്ന് ഇൻസ്റ്റന്റേനിയസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തെടുക്കണമായിരുന്നു? ഒരു ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി വന്നാൽ അതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? യെസ്,
ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. ശരിയല്ലേ? അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ശരിയല്ലേ? അപ്പം ഇത്രയും എഴുതണ്ട എന്ന് മാത്സുകാരൻ നമുക്ക് പറഞ്ഞു തന്നായിരുന്നല്ലോ. അതിന് പകരം എന്തെഴുതിയാൽ മതി? ഡി വി ബൈ ഡി ടി എന്നെഴുതിയാൽ മതി. എന്തെഴുതിയാൽ മതി? ഡി വി ബൈ ഡി ടി എന്ന് എഴുതിയാൽ മതി. ശരിയല്ലേ? അങ്ങനെ എഴുതിയാൽ പിന്നെ അത് ഡിവിഷൻ ആണോ? അല്ല. പകരം അതെന്താ? ഡിഫറൻസിയേഷൻ, ഡെറിവേറ്റീവാ. ശരിയല്ലേ? അപ്പം നമ്മൾ എങ്ങനെ വിളിക്കും? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഓഫ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. നമ്മൾ വെലോസിറ്റിയെ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഒരു വെട്ടം. അപ്പം വെലോസിറ്റിയെ നമ്മൾ ഒരു വെട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ചെയ്യണം, അല്ലേ? വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ. പക്ഷേ വെലോസിറ്റി ആരായിരുന്നു? വി നോ വെലോസിറ്റി ഇസ് ഡി എസ് ബൈ ഡി ടി. വെലോസിറ്റി ആരാ? ഡി എസ് ബൈ ഡി ടി ആ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെയും എഴുതാം? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ മേ ഓൾസോ ബി റിട്ടൺ ആസ് ഡി ബൈ ഡി ടി ഓഫ്. കണ്ടോ? ഡി വി ബൈ ഡി ടിക്കകത്തെ വി മാറ്റിയിട്ട് നമ്മൾ എന്തെഴുതി? ഡി എസ് ബൈ ഡി ടി എന്നെഴുതി. A instantaneous is equal to d by dt of ds by dt. That is velocity ആരാ? ds by dt ആ. അപ്പം ds by dt എന്നുള്ളത് ഞാൻ വെലോസിറ്റിക്ക് പകരം ഇട്ടു. അപ്പോൾ എങ്ങനായി? ഡിസ്പ്ലേസ്മെന്റിനെ ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് വെലോസിറ്റി കിട്ടി. ആ വെലോസിറ്റിയെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ആക്സലറേഷൻ കിട്ടി. ശരിയല്ലേ? അപ്പം എങ്ങനെ എഴുതാം? എനിക്ക് ഡിസ്പ്ലേസ്മെന്റിനെ രണ്ട് വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിസ്പ്ലേസ്മെന്റിനെ രണ്ട് വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ എഴുതുക ഡി സ്ക്വയർ ഓഫ് എസ്. എസിനെ 2 times ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പം ഡി സ്ക്വയർ എസ് എഴുതി. വിത്ത് റെസ്പെക്ട് ടു ഹോം? ഓരോ വട്ടവും നമ്മൾ ഡി ടി അല്ലേ എടുത്തത്? ഡി ടി ഡി ടി. അപ്പം ഡി ടി സ്ക്വയർ വെച്ച് എങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെന്റിനെ രണ്ട് വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഓരോ വട്ടവും ആരെ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു? ടൈം വെച്ച്, ഡി ടി വെച്ച്. അപ്പം നമുക്ക് ആക്സിലറേഷൻ therefore ഇതെല്ലാം കൂടെ ചേർത്ത് എങ്ങനെ എഴുതാം? ആക്സിലറേഷൻ ഈസ് ഡി വി ബൈ ഡി ടി എന്നും എഴുതാം, അല്ലെങ്കിൽ ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ എന്നും എഴുതാം. A is equal to dv by dt എന്നും എഴുതാം, d സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യാം? നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷനെ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഓർ ഡെറിവേറ്റീവ് ഓഫ്, എന്തുകൊണ്ട് എടുത്ത് ഫസ്റ്റ് എന്ന് വിളിച്ചു? കാരണം സെക്കൻഡ് ഡെറിവേറ്റീവ് ഇപ്പുറത്തുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഓർ ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നും പറയാം, അല്ലെങ്കിൽ ദ സെക്കൻഡ് ഡിഫറൻഷ്യൽ ഓർ ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. കണ്ടോ? അപ്പോൾ ആക്സിലറേഷൻ എന്തൊക്കെയാണ്? ഡി വി ബൈ ഡി ടി എന്നും എഴുതാം, ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ. ദിസ് ഇസ് ദ റെപ്രസെൻറ്റേഷൻ. എന്താ മിസ് ചെയ്ത് ഇങ്ങനെ എഴുതിയേക്കുന്നത്? ഡി എസ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാൽ പോരായിരുന്നോ എന്ന് തോന്നുന്നില്ലേ? നമുക്കിപ്പം തോന്നിയില്ലേ? ഇതിനെ എന്തിനാ ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതിയത്? ഡി എസ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാൽ പോരായിരുന്നോ? പോരാ, കാരണം ഇത് മാത്സിലെ റെപ്രസെൻറ്റേഷനാണ്. ഇതെന്താണ്? മാത്സിലൊരു റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ എങ്ങനെ തന്നെ എഴുതണം? എ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ എസ് ബൈ, കൂടെ പറ, ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ എന്ന് തന്നെ എഴുതണം. അപ്പോൾ എങ്ങനെയൊക്കെ എനിക്ക് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷനെ ഡിഫൈൻ ചെയ്യാം? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ഇസ് ദ ആക്സിലറേഷൻ ഓഫ് എ ബോഡി അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഓഫ് വെലോസിറ്റി, തെറ്റിച്ചു. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് വിളിക്കാം. അല്ലെങ്കിൽ എങ്ങനെ വിളിക്കാം? ഇറ്റ് ഈസ് ദ സെക്കൻഡ് ഡിഫറൻഷ്യൽ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ആക്സിലറേഷൻ എങ്ങനെയൊക്കെ വിളിക്കാം നമുക്ക്? ഇറ്റ് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ആൻ ഓബ്ജെക്ട് അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം എന്ന് പറയാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ instantaneous acceleration is the
ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് വിളിക്കാം അല്ലേ? അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ സെക്കൻഡ് ഡിഫറൻഷ്യൽ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് വിളിക്കാം. ഓക്കെ, എ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി എന്ന് പറയാം, എ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ എന്ന് വിളിക്കാം. അപ്പം ഡിസ്പ്ലേസ്മെന്റ് എത്ര വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യണം? നമ്മൾ 2 വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിസ്പ്ലേസ്മെന്റ് എത്ര വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യണം? 2 വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? എന്ത് കണ്ടുപിടിക്കാൻ? ആക്സിലറേഷൻ. മനസ്സിലായല്ലോ? അപ്പം നമുക്കതൊന്ന് നോക്കാം. ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? ഹൗ ടു ഡിഫറൻഷിയേറ്റ് ആൻഡ് ഹൗ ടു ടേക്ക് ദാറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഒരു ക്വസ്റ്റ്യൻ വഴി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഹൗ ടു ടേക്ക് ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ്, ഹൗ ടു ടേക്ക് ദ ആവറേജ് വാല്യൂ ഫ്രം ദി ഡിഫറൻഷ്യൽ മെത്തേഡ് നമുക്കൊന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ആണ്, എ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഓഫ് എ പാർട്ടിക്കിൾ മൂവിംഗ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ ഈസ് ഗിവൺ ആസ് the displacement equation of a particle moving in a straight line is given as x is equal to 20 plus 10t cube. അപ്പം നമ്മുടെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് തന്നേക്കുന്നത്? x is equal to 20 plus 10t cube. ഓക്കെ, വേർ x is in meter and t is in time. അപ്പോൾ x ആണ് ഡിസ്പ്ലേസ്മെന്റിന് പകരം അവർ പൊസിഷനായിട്ട് x കാണിച്ചിട്ടുണ്ട്. The first question, the instantaneous acceleration of the body at t is equal to 3 seconds. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആദ്യമേ at t is equal to 3 seconds, മൂന്നാമത്തെ സെക്കൻഡിലെ ആഡ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എത്ര എന്നാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റിനെ ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ എക്സ് ആണ് അവരെ എസിന് പകരം തന്നേക്കുന്നത്. ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? വെലോസിറ്റി. അപ്പോൾ എങ്ങനെ എഴുതാം? വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. അപ്പം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടി? നമ്മൾ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞത്? പവർ ഇൻറ്റു നമ്പർ, പവർ ഒന്ന് കുറയ്ക്കണം. ശരിയല്ലേ? പവർ ഇൻറ്റു നമ്പർ, പവർ ഒന്ന് കുറയ്ക്കണം. ഇവിടെ പവർ ഉണ്ടോ? ഉണ്ട്. ടി റൈസ് ടു 0 ആണ്. അപ്പം ടി റൈസ് ടു 0 ആയതുകൊണ്ടല്ലേ നമ്മൾ 1 എന്ന് എഴുതിയേക്കുന്നത്. 20 ഇൻറ്റു 1. അപ്പോൾ 0 ഇൻറ്റു 20 എത്ര കിട്ടും? 0 പ്ലസ് പവർ ഇൻറ്റു നമ്പർ 3 ഇൻറ്റു 10 30. പവർ ഒന്ന് കുറച്ചു 30 ടി സ്ക്വയർ. സോ വാട്ട് ഈസ് ദ വെലോസിറ്റി? 30 ടി സ്ക്വയർ. ഓക്കെ, സിമിലർലി ഒരു വട്ടവും കൂടെ വെലോസിറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് ആരെ കിട്ടും? ആക്സിലറേഷൻ ഡി വി ബൈ ഡി ടി. അതായത് 30 ടി സ്ക്വയർ, 0 പ്ലസ് 30 ടി സ്ക്വയർ എന്ന് വെച്ചാൽ 30 ടി സ്ക്വയർ അല്ലേ? 30 ടി സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എത്ര കിട്ടും? 2 പവർ ഇൻറ്റു നമ്പർ 2 ഇൻറ്റു 30 60 ടി കിട്ടും. ശരിയല്ലേ? സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ? ഇറ്റ് ഈസ് ഈക്വൽ ടു 60 ടി. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ഓഫ് ദ ബോഡി അറ്റ് ടി ഈസ് ഈക്വൽ ടു 3 സെക്കൻഡ്? പറഞ്ഞോ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ടി 3 സെക്കൻഡ് ആണെങ്കിൽ ആക്സിലറേഷൻ ബിക്കംസ് 60 ഇൻറ്റു 3 അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 180 meter per second square. So what is the acceleration? 180 meter per second square. Clear? Acceleration കിട്ടിയല്ലോ 180 meter per second square. Clear ആണല്ലോ? ഇനി what is the next question? The average acceleration of the particle in the time interval 0 second to 2 second. 0 seconds മുതൽ 2 seconds ആകുന്നത് വരെ what is the average acceleration? മൂന്നാമത്തെ സെക്കൻഡിൽ 180 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് മനസ്സിലായി. പക്ഷേ 0 സെക്കൻഡ് മുതൽ 2 seconds വരെ എത്ര ആവറേജ് ആക്സിലറേഷൻ നമുക്ക് നോക്കണ്ടേ? വി വിൽ ഗോ. അപ്പോൾ ആക്സിലറേഷൻ നമുക്ക് നോക്കാം. അടുത്ത സ്ലൈഡിലായിട്ട് എഴുതാം. ദാറ്റ് ഈസ് എന്തൊക്കെയായിരുന്നു ഇക്വേഷൻ? നമ്മൾ ക്വസ്റ്റ്യൻ ബി ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ എക്സ് ഈസ് ഈക്വൽ ടു 20 പ്ലസ് 10 ടി ക്യൂബ്. ഓക്കെ, അപ്പോൾ വി ഈസ് ഈക്വൽ ടു 30 ടി സ്ക്വയർ. ദെൻ എ ഈസ് ഈക്വൽ ടു 60 ടി. ശരിയാണല്ലോ? വി വോണ്ട് എ ആവറേജ്. ആവറേജ് എന്ന് വെച്ചാൽ ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി. Change in velocity by time taken. എന്താണ് ആവറേജ് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ എന്നാണ്. ശരിയല്ലേ? അപ്പം നമുക്ക് ചേഞ്ച് കണ്ടുപിടിക്കണം. അതായത് T1 ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്സിൽ വാട്ട് ഈസ് V1 എന്ന് കണ്ടുപിടിക്കണം.
then t2 is equal to 2 seconds ആവുമ്പോൾ what is v2 എന്ന് കണ്ടുപിടിക്കണം. ശരിയല്ലേ? വിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? 30t² അല്ലേ? അപ്പം t0 ആണെങ്കിൽ വെലോസിറ്റി v1 എത്ര? 0 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ? t2 ആവുമ്പോൾ എത്രയാവും? 30 into 2² അല്ലേ? 2 into 2 4 4 3s are 12. അപ്പോൾ എത്ര കിട്ടും? 120 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പം v1 കിട്ടി, v2 കിട്ടി. സോ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി? എടുത്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. v2 മൈനസ് v1 ബൈ t2 മൈനസ് t1. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 120 മൈനസ് 0 ബൈ 2 മൈനസ് 0. ഓക്കെ, 120 by 2, 60 meter per second square. So what is the average acceleration for 0 seconds to 2 seconds? 60 meter per second square. കാര്യം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എനിക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷനും കണ്ടുപിടിക്കാൻ പറ്റി, ആവറേജ് ആക്സിലറേഷൻ ഫോർ എ ഗിവൺ ടൈം ഇൻ്റർവെലും കണ്ടുപിടിക്കാൻ പറ്റി. ക്ലിയർ? അപ്പോൾ ആക്സിലറേഷനെ നമ്മൾ ആവറേജ് എന്നും ഇൻസ്റ്റൻറ്റേനിയസ് എന്നും പറഞ്ഞ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അപ്പം പ്രോബ്ലം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഹൗ ടു ടേക്ക്. ഓക്കെ, എങ്കിൽ now we are going to equations of non-uniform motion. Now we are going to equations of non-uniform motion. Instantaneous acceleration കഴിഞ്ഞു, നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. Now we are going to the equations of non-uniform motion. Clear? Equations of non-uniform. അതായത് എൻ്റെ ബോഡി നോൺ യൂണിഫോം മോഷൻ നടത്തുക എങ്കിൽ നോൺ യൂണിഫോം മോഷൻ നടത്തുന്ന ഒരു ബോഡിയുടെ ഏതൊക്കെ ഇക്വേഷൻസ് നമുക്ക് എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും? ക്ലിയർ? അതിനുവേണ്ടി ഒരു ഇലസ്ട്രേഷൻ, അവരൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കൺസിഡർ എ ബോഡി മൂവിങ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. നമുക്ക് നോക്കാം. വി ആർ കൺസിഡറിങ് എ ബോഡി ഈസ് മൂവിങ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആൻ ഇനിഷ്യൽ വെലോസിറ്റി. നമ്മൾ നോക്കാൻ തുടങ്ങിയപ്പോൾ അയാളുടെ വെലോസിറ്റി എത്രയായിരുന്നു? u ആയിരുന്നു. ഇറ്റ് അണ്ടർഗോസ് എ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എ. ഇയാൾ എന്ത് ചെയ്തു? എ ആക്സിലറേഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങി. ഫോർ എ ടൈം ടി. എത്ര സമയം? ടി ടൈം ട്രാവൽ ചെയ്തു. ആൻഡ് കവേഴ്സ് എ ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? അയാൾ എസ് ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്തു. അയാൾ എത്ര ദൂരം ട്രാവൽ ചെയ്തു? ഇറ്റ് കവേഴ്സ് എ ഡിസ്പ്ലേസ്മെന്റ് യെസ്. കണ്ടോ? ഇറ്റ് കവേഴ്സ് എ ഡിസ്പ്ലേസ്മെന്റ് യെസ്. കവർ ചെയ്തിട്ട് എന്ത് ചെയ്തു? ആൻഡ് അറ്റെയിൻസ് എ വെലോസിറ്റി v. എന്നിട്ട് ഫൈനൽ വെലോസിറ്റി എവിടെ എത്തി? വിയിലെത്തി. കണ്ടോ? അപ്പോൾ എന്തൊക്കെ ചെയ്തു? എ ബോഡി ഈസ് മൂവിങ് വിത്ത് ആൻ ഇനിഷ്യൽ വെലോസിറ്റി u, undergoes a constant acceleration a for a time t. അല്ലേ? അയാൾ എന്ത് ചെയ്തു? എ ആക്സിലറേഷൻ നടത്തി. എത്ര സമയത്തോളം അയാൾ ആക്സിലറേറ്റ് ചെയ്തു? ടി സെക്കൻഡ്സ്. എന്നിട്ട് അയാൾ എത്ര ദൂരം ട്രാവൽ ചെയ്തു ഈ ടി സമയം കൊണ്ട്? യെസ് ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്തു. അപ്പോഴത്തേക്കും അയാളുടെ വെലോസിറ്റി എത്രയായി മാറി? വി ആയി മാറി. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ ഒരു മോഷൻ്റെ വെലോസിറ്റി ടൈം റിലേഷൻ. ഇങ്ങനെയുള്ള മോഷനകത്ത് വെലോസിറ്റിയും ടൈമും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കണം. തുടങ്ങാം. വെരി സിമ്പിൾ. കൂടെ വരുമല്ലോ? ഓക്കെ, യെസ്, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെലോസിറ്റിയും ടൈമും കൂടെ ഒരു റിലേഷൻ ഇങ്ങനെ എടുക്കാം. അതിനുവേണ്ടി ഞാൻ എൻ്റെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതട്ടെ. എന്തായിരുന്നു നമ്മുടെ ആക്സിലറേഷൻ ഇക്വേഷൻ? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ. ആണല്ലോ അല്ലേ? ഇതല്ലേ നമ്മുടെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ? ഓക്കെ, എങ്കിൽ നമുക്കൊന്ന് നോക്കാം. എ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി? ഇനിഷ്യൽ വെലോസിറ്റി u ആണെന്നും പറഞ്ഞിട്ടുണ്ട്, ടി ടൈം കൊണ്ട് അത് v ആയെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ u v ആയിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ചേഞ്ച്? ഇനിഷ്യൽ വെലോസിറ്റി u, ഫൈനൽ വെലോസിറ്റി v ആയിട്ടുണ്ടെങ്കിൽ എന്താ ചേഞ്ച്? പറഞ്ഞേ, കേൾക്കട്ടെ കേൾക്കട്ടെ കേട്ടോ. വാട്ട് ഈസ് ദാറ്റ്? v മൈനസ് u, ഫൈനൽ മൈനസ് ഇനിഷ്യൽ ബൈ വാട്ട് ഈസ് ദ ടൈം ടേക്കൺ? എത്ര സമയം കൊണ്ടാണ് u v ആയത്? ടി ടൈം കൊണ്ട്. സോ a ഈസ് ഈക്വൽ ടു v മൈനസ് u ബൈ ടി. ശരിയല്ലേ? അങ്ങനാണെങ്കിൽ ഈ ഇക്വേഷൻ ഇനി എങ്ങനെ എഴുതാം എനിക്ക്? v മൈനസ് യു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ v മൈനസ് യു ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ടി എന്ന് എഴുതിക്കൂടെ? എഴുതാം.
v minus u is equal to 80 എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ v is equal to minus u റൈറ്റ് സൈഡിൽ വരുമ്പോൾ പ്ലസ് u ആവും, പ്ലസ് 80. ശരിയല്ലേ? വെരി സിമ്പിൾ ഇക്വേഷൻ, ബട്ട് വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. v is equal to u plus 80. v is equal to u plus 80. So what is the first equation of motion? Non-uniform motion. Non-uniform motion ആദ്യത്തെ ഇക്വേഷൻ ഏതാ? v is equal to u plus 80. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടൊന്ന് സ്പെസിഫൈ ചെയ്യാം. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ കിട്ടി, v is equal to u plus 80. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത്ര സിമ്പിളായിട്ടാണ് നമ്മൾ എടുത്തത്. ആക്സിലറേഷൻ വെച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ അറിയാം നമുക്ക്. a is equal to v minus u. എന്തുകൊണ്ട്? ഇനിഷ്യൽ u ആയിരുന്നു, ഫൈനൽ v ആ. അപ്പോൾ എത്ര കിട്ടും? v minus u by time t. Therefore v minus u is equal to 80. v is equal to u plus 80, and this equation is called as the first equation of non-uniform motion. Clear? Okay. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ കിട്ടി, നമ്മൾ വെലോസിറ്റി ടൈം റിലേഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. Now we are going to the second relation, position time relation. ഏത് റിലേഷൻ എടുക്കാൻ പോവാ? നേരത്തെ വെലോസിറ്റിയും ടൈമും കൂടെ റിലേറ്റ് ചെയ്തെങ്കിൽ ഇനി നമ്മൾ എന്തെടുക്കാൻ പോവാ? പൊസിഷനും ടൈമും കൂടെ റിലേറ്റ് ചെയ്യാൻ പോവാ. ഓക്കെ, അതിനു വേണ്ടി ഏത് ഇക്വേഷൻ എടുക്കാം? വി ആവറേജ്. വി ആവറേജ്. ഓക്കെ, നമ്മൾ ഏത് ഇക്വേഷൻ എടുത്തു? വി ആവറേജ്. ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? v average is equal to, നമ്മൾ എങ്ങനെയാ പഠിച്ചത്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഡൗട്ട് വല്ലതും ഉണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയാം, വാട്ട് ഈസ് ആവറേജ് വെലോസിറ്റി? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ശരിയല്ലേ? എങ്കിൽ വി ആവറേജ് ഒന്നുകൂടെ എഴുതട്ടെ. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എസ് അല്ലായിരുന്നോ നമ്മുടെ ഫിഗറിനകത്ത്? നമ്മൾ എത്ര ദൂരം ട്രാവൽ ചെയ്തു? എസ് ദൂരം ട്രാവൽ ചെയ്തു. ഇനിഷ്യൽ വെലോസിറ്റി യു ആണ്, ഫൈനൽ വെലോസിറ്റി വി ആണ്, ആക്സിലറേഷൻ എ ആണ്, ടൈം ടി ആണ്, അല്ലേ? അപ്പം എസ് ബൈ ടി എന്ന് എഴുതി. ക്ലിയർ? ഓക്കെ, ഇനി ഇനിഷ്യൽ വെലോസിറ്റി യുവും ഫൈനൽ വെലോസിറ്റി വിയും ഉണ്ടെങ്കിൽ ആവറേജ് എത്ര? ഇനിഷ്യലും ഉണ്ട്, ഫൈനലും ഉണ്ട്. അപ്പോൾ ആവറേജ് എനിക്ക് എങ്ങനെ എഴുതാം? വി ക്യാൻ റൈറ്റ് ഫൈനൽ പ്ലസ് ഇനിഷ്യൽ ബൈ 2 is equal to s by t. എഴുതാമല്ലോ. v what is average velocity? v plus u by 2 is equal to s by t. അങ്ങനാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എങ്ങനെ എഴുതാം? s is equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് t v plus u by 2ൻ്റെ കൂടെ വരണം. അപ്പോൾ എത്ര കിട്ടും? v plus u by 2 into t എന്ന് കിട്ടും. ശരിയല്ലേ? v plus u by 2 into t എന്ന് കിട്ടി. ഓക്കെ, അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? തൊട്ട് മുന്നേ നമുക്ക് അപ്പുറത്തോട്ട് എഴുതാം. സോ നമുക്ക് ഇപ്പോൾ എത്ര കിട്ടി? s is equal to v plus u by 2 into t എന്ന് കിട്ടി. ശരിയല്ലേ? ആൻഡ് വാട്ട് ഈസ് v? v ഇപ്പം നമുക്ക് ആരാ? u plus 80 അല്ലേ? v നമ്മുടെ ആരാ? u plus 80 പ്ലസ് u by 2 into t. ശരിയല്ലേ? ശരിയാണല്ലോ. v എനിക്ക് u plus 80 എന്ന് എഴുതാമെന്ന് തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ s എന്തായി മാറി? s is equal to u plus u 2u plus 80 by 2 into t. കറക്റ്റ് ആയല്ലോ. നെക്സ്റ്റ് സ്റ്റെപ്പ്, s is equal to 2u by 2 plus 80 by 2 into t. s is equal to 2 cancel ചെയ്താൽ u plus 80 by 2 into t. Okay, now the equation becomes s is equal to u into t ut അല്ലേ? പ്ലസ് അവിടെ ഒരു ഹാഫ് കിടക്കുന്നുണ്ടോ? 1/2 ഹാഫ് a into t into t, t square. So what is the second equation? s is equal to ut plus half a t square. നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടി? s is equal to ut plus half a t square. ക്ലിയർ? അപ്പം നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു? Our first equation was v is equal to
u plus at, and the second equation is s is equal to ut plus half at square. അപ്പോൾ നമ്മൾ രണ്ട് equations of motion discuss ചെയ്തു. സെക്കൻഡ് ഇക്വേഷൻ ഒന്നുകൂടെ പറയാം. വി നോ വി ആവറേജ് എന്ന് വെച്ചാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. വി ആവറേജ് എസ് ബൈ ടി ആയി. വി ആവറേജ് എത്ര? ഫൈനൽ പ്ലസ് ഇനിഷ്യൽ ബൈ 2 ആവറേജ്. വി പ്ലസ് യു ബൈ 2 ഇസ് ഈക്വൽ ടു എസ് ബൈ ടി. അപ്പോൾ എസ് എത്രയായി? വി പ്ലസ് യു ബൈ 2 ഇൻറ്റു ടി. ഓക്കെ, ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്തു? വിക്ക് പകരം യു പ്ലസ് എ ടി നിട്ടു. കാരണം നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ അങ്ങനെ കണ്ടുപിടിച്ചത്. യു പ്ലസ് എ ടി plus u by 2 into t. u plus u 2u plus at by 2 into t. 2u by 2 plus at by 2 into t. ശരിയല്ലേ? അപ്പം 2 2 ക്യാൻസൽ ചെയ്തപ്പോൾ u plus at by 2 into t, or we get the equation s is equal to ut plus half at square. Clear? അപ്പം നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. s is equal to ut plus half at square. ഓക്കെ, ക്ലിയർ? എങ്കിൽ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ റിലേഷനിലോട്ട് പോവാം. വെലോസിറ്റി പൊസിഷൻ റിലേഷൻ. നമ്മൾ എങ്ങോട്ട് പോകാൻ പോവാ? വെലോസിറ്റി പൊസിഷൻ റിലേഷനിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ വെലോസിറ്റി ടൈം റിലേഷൻ കണ്ടുപിടിച്ചു, പിന്നെ പൊസിഷൻ ടൈം റിലേഷൻ കണ്ടുപിടിച്ചു. ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? വെലോസിറ്റിയും പൊസിഷനും കൂടെയുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ ആദ്യത്തെ റിലേഷനകത്ത് ഫസ്റ്റ് നമ്മൾ വെലോസിറ്റി ടൈം റിലേഷൻ എടുത്തപ്പോൾ ദാണ്ടേ വി മൈനസ് യു ഇസ് ഈക്വൽ ടു 80 എന്നൊരു ഇക്വേഷൻ കിട്ടിയത് കണ്ടോ? വി മൈനസ് യു ഇസ് ഈക്വൽ ടു 80 ഇക്വേഷൻ കിട്ടിയത് കണ്ടോ? തൽക്കാലം ഞാൻ ആ ഇക്വേഷൻ ഇങ്ങോട്ടൊന്ന് എഴുതാൻ പോവാം. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് വി ആർ ഗോയിങ് ടു റൈറ്റ് വി മൈനസ് യു ഇസ് ഈക്വൽ ടു 80. എവിടുന്നാ? ഫ്രം ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി രണ്ടാമത് കണ്ടുപിടിച്ച ഇക്വേഷൻ ഏതായിരുന്നു? നമ്മുടെ എസ് ഇസ് ഈക്വൽ ടു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ? അതിനകത്തുമുണ്ട് ഇതുപോലൊരു ഇക്വേഷൻ. വി പ്ലസ് യു ഇസ് ഈക്വൽ ടു, കണ്ടോ? തൊട്ട് മുന്നേ നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ വി പ്ലസ് യു ബൈ 2 ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു എസ് എന്ന് എഴുതിയേക്കുന്നുണ്ടോ? അപ്പോൾ എനിക്ക് ഇവിടുന്ന് എങ്ങനെ എഴുതാം? വി പ്ലസ് യു ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എസ് ബൈ ടി. എങ്ങനെ എഴുതാം? 2 ഇൻറ്റു എസ് ബൈ ടി. അപ്പോൾ ഞാൻ എന്തെടുക്കാൻ പോവാ? വി പ്ലസ് യു ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എസ് ബൈ ടി. ഫ്രം വെയർ? ഫ്രം അവർ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ക്ലിയർ? പറഞ്ഞ് മനസ്സിലായോ? കാരണം വെലോസിറ്റി ടൈം റിലേഷൻ ആദ്യമേ കണ്ടുപിടിച്ചു, പിന്നെ പൊസിഷൻ ടൈം റിലേഷൻ കണ്ടുപിടിച്ചു. ഇപ്പോൾ ഇനി നമ്മൾ വെലോസിറ്റി പൊസിഷനും കൂടെ റിലേറ്റ് ചെയ്യാൻ പോകല്ലേ? അപ്പോൾ വി മൈനസ് യു ഇസ് ഈക്വൽ ടു 80 ഫ്രം ദ ഫസ്റ്റ് ഡെറിവേഷൻ ആൻഡ് വി പ്ലസ് യു ഇസ് ഈക്വൽ ടു 2s ബൈ ടി ഫ്രം ദ സെക്കൻഡ്. അങ്ങനെ 1ഉം 2ഉം രണ്ട് ഇക്വേഷൻസ് കിട്ടി. അതൊന്ന് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. ഫസ്റ്റിൽ നിന്ന് കിട്ടിയ ഇക്വേഷനും സെക്കൻഡിൽ നിന്ന് കിട്ടിയ ഇക്വേഷനും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. മൾട്ടിപ്ലൈ ചെയ്യാം. വി മൈനസ് യു into v plus u is equal to 80 into 2s by t. ശരിയല്ലേ? What is a plus b into a minus b? a square minus b square. അതേപോലെ what is v plus u into v minus u? v square minus u square is equal to t ക്യാൻസൽ ചെയ്യട്ടെ. പിന്നെ 2 ഉണ്ട്, a ഉണ്ട്, s ഉണ്ട്. ടിയും ക്യാൻസൽ ആയിപ്പോകും. Okay, next step, v square is equal to minus u square on RHS becomes plus u square plus 2as. Okay, which is the third equation. v square is equal to u square plus 2as is the third equation. നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ ഇത് കിട്ടി. വെലോസിറ്റിയും പൊസിഷനും കൂടെ തമ്മിലുള്ള റിലേഷൻ എങ്ങനെ കിട്ടി? v square is equal to u square plus 2as. ആദ്യത്തെ വെലോസിറ്റി ടൈം റിലേഷൻ എങ്ങനെ കിട്ടിയായിരുന്നു? v is equal to u plus at. then പൊസിഷൻ ടൈം റിലേഷൻ എങ്ങനെ കിട്ടി? s is equal to ut plus half at square. and now what about velocity position relation? v square is equal to u square plus 2as. clear? okay, അപ്പോൾ നമ്മൾ 3 ഇക്വേഷൻസ് കണ്ടുപിടിച്ചു. one more equation, നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഇവിടെ പെൻഡിങ് ഉണ്ട്. The displacement covered by the body in nth second. ഇനി നമ്മുടെ കയ്യിൽ ഏത് ഇക്വേഷൻ ഉള്ളത്? The displacement covered by the body in nth second. ഓക്കെ, nth സെക്കൻഡിലെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക്. What is nth second? ഹെഡിങ് അവർ പറഞ്ഞേക്കുന്നത് the displacement covered by the particle in nth second of its motion.
നമ്മളോട് ഒരാൾ പറയുക എൻ്റെ ബോഡി 10 സെക്കൻഡ്സ് ട്രാവൽ ചെയ്തു. എൻ്റെ ബോഡി എത്ര സെക്കൻഡ്സ് ട്രാവൽ ചെയ്തു? 10 സെക്കൻഡ്സ്. എങ്കിൽ 10th സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? വി വാണ്ട് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 10 സെക്കൻഡ്സ്. അല്ല, അതിന് ഇക്വേഷൻ ഉണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 10 സെക്കൻഡ്സ്, മൊത്തം 10 സെക്കൻഡ്സ് കൊണ്ട് എത്ര ദൂരം ട്രാവൽ ചെയ്തു അത് കണ്ടുപിടിക്കാൻ എൻ്റെ ഇക്വേഷൻ ഉണ്ട്. എസ് ഇസ് ഈക്വൽ ടു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഈ ഇക്വേഷൻ എന്തുവാ? ഫുൾ ടി സെക്കൻഡ്സ് കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് എസ് ഇസ് ഈക്വൽ ടു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ തരുന്നത്. ഓക്കെ, ടോട്ടൽ ടൈമിൽ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ തരുന്നതെങ്കിൽ നമുക്ക് വേണ്ടുന്നത് എന്താണ്? 10th സെക്കൻഡ്, 10ാമത്തെ സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ 5ാമത്തെ സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയെന്ന് ചോദിച്ചു. ഓക്കെ, 5th സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 10th സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. ഫോർ എക്സാമ്പിൾ, മനസ്സിലായില്ല, നമുക്കൊന്നുകൂടെ മനസ്സിലാക്കാം. എൻ്റെ ബോഡി സപ്പോസ് 10 സെക്കൻഡ്സ് കൊണ്ട് ഇവിടുന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്തെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെന്താ? ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടോട്ടൽ 10 സെക്കൻഡ് ആണ്. 10 സെക്കൻഡ്സ് കൊണ്ട് എൻ്റെ ബോഡി ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്തു. പക്ഷെ എനിക്ക് വേണ്ടുന്നത് 10 സെക്കൻഡ്സ് കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അല്ല, 10ാമത്തെ സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസാണ്. 10ാമത്തെ സെക്കൻഡിൽ, ആ ലാസ്റ്റ് ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എനിക്ക് വേണം. പറഞ്ഞ മനസ്സിലായോ? അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാവോ? ഉടനെ നമ്മൾ 10 സെക്കൻഡ്സിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് എന്ത് ചെയ്യും? 9 സെക്കൻഡ്സ് കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്ര നോക്കും. കണ്ടോ, സപ്പോസ് 9 സെക്കൻഡ്സ് കൊണ്ട് ഇയാൾ ഇവിടുന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്തെന്ന് വിചാരിക്കാം. 9 സെക്കൻഡ്സ് കൊണ്ട് ഇയാൾ ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്തു. 10 സെക്കൻഡ്സ് കൊണ്ട് ഇവിടുന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്ത ആൾ പക്ഷെ 9 സെക്കൻഡ്സ് കൊണ്ട് ഇവിടുന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. എങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 10th സെക്കൻഡ്? അപ്പോൾ എനിക്ക് പറഞ്ഞൂടെ 10th സെക്കൻഡിൽ ഇയാൾ ഇത്രയും ദൂരമാ വന്നീന്ന്. ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 10th സെക്കൻഡ്. പറഞ്ഞൂടെ? പറയാമല്ലോ. ദിസ് ഇസ് ദ ഡിസ്റ്റൻസ്, ആ ലാസ്റ്റ് ബ്ലൂ കളറാണ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 10th സെക്കൻഡ് എന്ന് എനിക്ക് പറഞ്ഞൂടെ? പറയാമല്ലോ. യെസ്. നിങ്ങളോട് ഞാൻ ചോദിച്ചു 10ാം ക്ലാസ്സിൽ നിങ്ങൾ എത്ര നാൾ പഠിച്ചു എന്ന് ചോദിച്ചാൽ ഒരാൾ എന്നോട് പറയുക, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെ ഞാൻ ഇത്രയും നാളും പഠിച്ചായിരുന്നു. അതിൽ നിന്ന് ഫസ്റ്റ് മുതൽ 9 വരെ പഠിച്ച ആ ടൈം അങ്ങ് കുറച്ചാൽ പോരെ, അത്രയും നാളങ്ങ് കുറച്ചാൽ പോരെ. അതുപോലെ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 10th സെക്കൻഡ്? 10th സെക്കൻഡിൽ എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്ന് ചോദിച്ചാൽ 10 സെക്കൻഡ്സ് കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിൽ നിന്നും 9 സെക്കൻഡ്സ് കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കുറച്ചാൽ പോരെ. അപ്പം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 10th സെക്കൻഡ് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ പറയാം? ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടോട്ടൽ 10 സെക്കൻഡ്സ് മൈനസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 9 സെക്കൻഡ്സ്. 10 സെക്കൻഡ്സ് കൊണ്ട് എത്ര ദൂരം ട്രാവൽ ചെയ്തായിരുന്നോ അതിൽ നിന്നും 9 സെക്കൻഡ്സ് കൊണ്ട് ട്രാവൽ ചെയ്ത ദൂരം അങ്ങ് കുറച്ചാൽ പോരെ. വെരി ഗുഡ്. അതുപോലെ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 5th സെക്കൻഡ് ചോദിച്ചാലോ? പറഞ്ഞേ. ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 5 സെക്കൻഡ്സ് മൈനസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 4 സെക്കൻഡ്സ്. ശരിയല്ലേ? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 20th സെക്കൻഡ് എന്ന് ചോദിച്ചാലോ? മൊത്തം 20 സെക്കൻഡ്സ് കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? 19 സെക്കൻഡ്സ് കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കുറയ്ക്കും. ശരിയല്ലേ? എങ്കിൽ ഹെഡിങ് എന്താ? വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് കവേർഡ് ബൈ ദ ബോഡി ഇൻ nth സെക്കൻഡ്? പറഞ്ഞോ. ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി ഇൻ nth സെക്കൻഡ് ഇസ് ഈക്വൽ ടു Sn മൈനസ് Sn മൈനസ് 1. കമോൺ, മനസ്സിലായോ? കിട്ടിയോ? ഫീൽ ചെയ്തോ? 10ാമത്തെ സെക്കൻഡിൽ എത്ര ദൂരം ട്രാവൽ ചെയ്തു? 10 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ദൂരത്തിൽ നിന്നും 9 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കുറച്ചു. 5th സെക്കൻഡിൽ എത്ര ഡിസ്പ്ലേസ്മെന്റ്? S5 മൈനസ് S4 അല്ലേ? 20th സെക്കൻഡിൽ എത്ര ഡിസ്പ്ലേസ്മെന്റ്? S20 മൈനസ് S19. അപ്പോൾ nth സെക്കൻഡിൽ എത്ര ദൂരം? Sn is equal to Sn minus 1.
ക്ലിയർ? ഓക്കെ. അപ്പം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്. എന്തുകൊണ്ടാണ് nth എന്ന് പറഞ്ഞത്? സാധാരണ ടൈം നമ്മൾ ടി അല്ലേ പറയുന്നത്, 5th 7th 10th. അപ്പം ടീത്ത് എന്ന് പറയാൻ, ടീത്ത് എന്ന് പറയുമ്പോൾ എന്തൊരു രസം ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ n seconds ആക്കി, nth സെക്കൻഡ്. ഓക്കെ. അപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. അപ്പം ക്ലിയറായി നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ശരിയല്ലേ? എങ്കിൽ നമുക്ക് ചെയ്തു തുടങ്ങാം. How to find the distance traveled in nth second? So, the distance traveled in nth second is equal to Sn minus Sn minus 1. ഇതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. The distance traveled in nth second is equal to Sn minus Sn minus 1. S5 മൈനസ് S4 എന്ന് പറഞ്ഞതുപോലെ, S10 മൈനസ് S9 എന്ന് പറഞ്ഞതുപോലെ, Sn is equal to Sn മൈനസ് Sn മൈനസ് 1. അപ്പോൾ ആദ്യമേ നമുക്ക് Sn-ഉം Sn മൈനസ് 1-ഉം കണ്ടുപിടിക്കണ്ടേ? ഓക്കെ. സോ Sn is equal to, സാധാരണ നമ്മൾ ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എസിൻ്റെ ut പ്ലസ് ഹാഫ് at². അപ്പോൾ n സെക്കൻഡ്സ് കൊണ്ടോ un പ്ലസ് ഹാഫ് ടിക്ക് പകരം n കൊടുത്തു, an² അല്ലേ? ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ? ഓക്കെ. അതേപോലെ വാട്ട് ഈസ് Sn മൈനസ് 1? അതും കണ്ടുപിടിക്കണമല്ലോ, എന്നാലല്ലേ കുറയ്ക്കാൻ പറ്റുള്ളൂ. Sn മൈനസ് 1 ഈസ് ഈക്വൽ ടു u ഇൻറ്റു, ഇപ്പോഴത്തെ സമയം എത്ര? ut, ടി എത്ര ഇപ്പോൾ? n മൈനസ് 1 പ്ലസ് ഹാഫ് ഇൻറ്റു a ഇൻറ്റു ടൈം എത്ര? n മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ. അപ്പോൾ എങ്ങനെ എഴുതാം? ഈക്വൽ ടു un മൈനസ് u പ്ലസ് ഹാഫ് ഇൻറ്റു a ഇൻറ്റു a മൈനസ് b ദ ഹോൾ സ്ക്വയർ, a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ. അതേപോലെ n സ്ക്വയർ മൈനസ് 2n പ്ലസ് 1. ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യാം. ബിക്കംസ് un മൈനസ് u പ്ലസ് ഹാഫ് an സ്ക്വയർ അല്ലേ, മൈനസ് 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ an പ്ലസ് ഹാഫ് a ഈസ് ദ ഇക്വേഷൻ നമ്പർ 3. അപ്പം എന്തും കിട്ടി നമുക്ക്? Sn മൈനസ് 1 കിട്ടി, ശരിയല്ലേ? സോ ക്ലിയർ ആയോ? സോ വാട്ട് ഈസ് അവർ Sn? Sn മൈനസ് Sn മൈനസ് 1. അപ്പോൾ ആദ്യമേ Sn-ഉം കണ്ടുപിടിക്കണം, പിന്നെ Sn മൈനസ് 1-ഉം കണ്ടുപിടിച്ചു, ശരിയല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഫസ്റ്റ് ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? Sn is equal to nth is equal to Sn മൈനസ് 1 അല്ലേ? നമ്മൾ Sn-ഉം കണ്ടുപിടിച്ചു, Sn മൈനസ് 1-ഉം കണ്ടുപിടിച്ചു. Sn എങ്ങനെയായിരുന്നു എഴുതിയത്? un പ്ലസ് ഹാഫ് an². തൊട്ട് മുന്നേ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചു, ശരിയല്ലേ? അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? യെസ്. അപ്പം തിരിച്ചു നോക്കാം. ആരായിരുന്നു? un മൈനസ് un മൈനസ് u, പിന്നെ ആരുണ്ട്? പ്ലസ് ഹാഫ് an² മൈനസ് an പ്ലസ് ഹാഫ് an² മൈനസ് an, പിന്നെ ആരുണ്ട് അവിടെ? ഈ സ്ലൈഡ് പോയി, പ്ലസ് ഹാഫ് a, ശരിയല്ലേ? പ്ലസ് ഹാഫ് a പ്ലസ് ഹാഫ് a. കണ്ടോ? ഇത്രയും കുറയ്ക്കണം, ശരിയല്ലേ? Sn മൈനസ് 1 ഒരു വലിയ ടേം ആയിരുന്നു, അപ്പം നമ്മൾ ഇത്രയും കുറയ്ക്കാം. പിന്നെന്ത്? un പ്ലസ് ഹാഫ് an² മൈനസ് un മൈനസ് ഹാഫ് മൈനസ് പ്ലസ് u മൈനസ് ഹാഫ് an² മൈനസ് ഹാഫ് മൈനസ് പ്ലസ് an മൈനസ് ഹാഫ് a. കണ്ടോ? ഇനി പ്ലസ് un മൈനസ് un ക്യാൻസൽ ചെയ്യാമല്ലോ. പ്ലസ് ഹാഫ് an² മൈനസ് ഹാഫ് an² ക്യാൻസൽ ചെയ്യാമല്ലോ. പിന്നെ ആരുണ്ട്? u ഉണ്ട്, പ്ലസ് an ഉണ്ട്, മൈനസ് ഹാഫ് a ഉണ്ട്, ശരിയല്ലേ? സോ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ് ബിക്കംസ് u പ്ലസ് a ഇൻറ്റു, രണ്ടിടത്തും a ഉള്ളത് കൊണ്ട് a കോമൺ എടുത്തു, n മൈനസ് ഹാഫ്. സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്? nth സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാ? 5th സെക്കൻഡ്.
10th second, 20th second, nth second travel ചെയ്ത ഡിസ്റ്റൻസ് എത്ര? u plus a into n minus half. u plus a into n minus half. Clear? അപ്പം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായോ? ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n എടുത്തു, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n minus 1 എടുത്തു, രണ്ടുകൂടെ മൈനസ് ചെയ്തപ്പോൾ എനിക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ് കിട്ടി. Sn is equal to u plus a into n minus half. ക്ലിയർ? ഓക്കെ, അപ്പം നമ്മുടെ എല്ലാ ഇക്വേഷൻസ് ഓഫ് നോൺ യൂണിഫോം മോഷനും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ? ഒന്ന് പറയണോ എല്ലാവരെയും? നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? v is equal to u plus at അല്ലേ? ദെൻ s is equal to ut plus half at square. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോക്സ് ആക്കിയിടാം അല്ലേ? ദെൻ വി ഹാവ് ടേക്കൺ v square is equal to u square plus 2as. നമ്മളെല്ലാം പഠിച്ചു. ആൻഡ് Sn is equal to u plus a into n minus half. Okay, are the equations. നമ്മൾ ഫൈനൽ ബോക്സ് ആക്കുവാണ്. These are the equations of non-uniform motion. These are the equations of non-uniform motion. നമ്മുടെ non-uniform motionൻ്റെ ഇക്വേഷൻസ് മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. ഇവിടെ നമ്മൾ ഇക്വേഷൻസ് 4 കൂടെ ഒറ്റ ബോക്സ് ആക്കി കാണിച്ചു. സോ യു മേ ഓൾസോ റൈറ്റ് ദ ഇക്വേഷൻസ് ഓഫ് non-uniform motion in a single box. v is equal to u plus at, s is equal to ut plus half at square, at square എന്ത്? at square. v square is equal to u square plus 2as and Sn is equal to u plus a into n minus half. Clear? അങ്ങനെ നമ്മൾ നോൺ യൂണിഫോം മോഷൻ്റെ ഇക്വേഷൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ ക്ലിയർ ക്ലിയർ? ഓക്കെ, വെരി ഗുഡ്. എങ്കിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ? പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായല്ലോ? വെലോസിറ്റി ടൈം റിലേഷൻ v is equal to u plus at. പൊസിഷൻ ടൈം റിലേഷൻ s is equal to ut plus half at square. Velocity position relation v square is equal to u square plus 2as and the distance travelled in nth second u plus a into n minus half. Clear? Okay, very good. അങ്ങനെയാണെങ്കിൽ കുറേ ഇക്വേഷൻസ് നമുക്ക് കിട്ടിയില്ലേ? ഇക്വേഷൻസ് വെച്ച് നമുക്ക് സോൾവ് ചെയ്യണ്ടേ? സോൾവ് ചെയ്യണം. നമുക്കൊന്ന് രണ്ട് പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കൊന്ന് രണ്ടെണ്ണം ചെയ്തു നോക്കാം. ജസ്റ്റ് കേട്ടോണേ, വെരി സിമ്പിൾ സിമ്പിൾ സ്റ്റെപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. A body starts from rest and acquires a velocity of 12 meters per second in 15 seconds. Calculate the acceleration and the distance moved by the body. എന്താ പറഞ്ഞേക്കുന്നത്? A body starts from rest. അപ്പം റസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് വെച്ചാൽ ഇനിഷ്യൽ വെലോസിറ്റി എത്ര? 0. acquires a velocity of 12 meter per second. അയാൾക്ക് എത്ര വെലോസിറ്റി കിട്ടി? ഫൈനൽ വെലോസിറ്റി നമ്മൾ ഏത് ലെറ്റർ ഇട്ടായിരുന്നു കാണിക്കുന്നത്? v, 12 meter per second കിട്ടി. ശരിയല്ലേ? ഇറ്റ് അക്വയർസ് എ സ്പീഡ് ഓഫ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് 12 meter per second. എത്ര ടൈം കൊണ്ട്? t is equal to 15 seconds കൊണ്ട്. എത്ര സെക്കൻഡ്സ് കൊണ്ടാ? t is equal to 15 seconds. അപ്പോൾ ഈ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് u0, acquires a velocity of 12 meter per second in 15 seconds. What is the first question? ആദ്യമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആക്സിലറേഷൻ. u ഉണ്ട്, v ഉണ്ട്, t ഉണ്ട്. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ യെസ് ദ ഫസ്റ്റ് വൺ അല്ലേ? അപ്പം നമ്മൾ ആദ്യത്തേത് കണ്ടുപിടിക്കാൻ പോവാം. v is equal to u plus at. നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതിയല്ലോ, ഫസ്റ്റ് ഇക്വേഷൻ. v 12 is equal to u0 ആ, അപ്പോൾ ഇടേണ്ട ആവശ്യമുണ്ടോ? a into what is t? t is 15. So what is acceleration? a becomes 12 by 15. ശരിയല്ലേ? എത്ര വെച്ച് കട്ട് ചെയ്യാം? 3 വെച്ച്. 3 4s are 12, 3 5s are 15. ശരിയല്ലേ? അപ്പോൾ എത്ര കിട്ടും? 4/5. 40/5 ആയിരുന്നെങ്കിൽ 8. അപ്പോൾ 4/5 എന്ന് വെച്ചാൽ എത്ര കിട്ടും? 0.8 meter per second square. Okay, so what is the acceleration? 0.8 meter per second square. Acceleration എത്ര കിട്ടി? 0.8 meter per second square. Clear? ഇനി എന്തുകൂടെ കണ്ടുപിടിക്കണം? What is the distance traveled? നമുക്ക് എന്തുകൂടെ കണ്ടുപിടിക്കണം? ഡിസ്റ്റൻസ് കൂടെ കണ്ടുപിടിക്കാം, അപ്പുറത്തോട്ട് കണ്ടുപിടിക്കാം. So the same question, starting from rest, attains a velocity of 12 meter per second and time is equal to 50.
ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 0.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നും കണ്ടുപിടിച്ചു. ശരിയാണല്ലോ. അപ്പോൾ ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വേണം. ഏത് ഇക്വേഷൻ? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. സെക്കൻഡ് ഇക്വേഷൻ എടുത്തു. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് ഇസ് ഈക്വൽ ടു യു സീറോ, ഫസ്റ്റ് ടേം 0, ഹാഫ് ഇൻറ്റു acceleration 0.8 into time is 15 square. Okay, എത്ര കിട്ടും? 15 into 15 225 into 0.8 by 2.4 അല്ലേ? എത്ര കിട്ടി? നമുക്ക് നോക്കാം. 225 into 4, 4 5s are 22, 4 2s are 8, 9 10, 4 2s are 8, 9. Okay, അപ്പോൾ ഒരു പോയിന്റ് പോയി. That is, the answer is 90 meter. What is the displacement of the body? ഈ ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് എത്ര കിട്ടി? 90 meter. ആക്സിലറേഷൻ കിട്ടി, ഡിസ്പ്ലേസ്മെന്റ് കിട്ടി, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കിട്ടി. ക്ലിയർ ആയല്ലോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, വെരി സിമ്പിൾ. നമ്മൾ ആദ്യമായിട്ട് സിമ്പിൾ സ്റ്റെപ്പിൽ കൂടി പ്രോബ്ലംസ് ചെയ്ത് വരുക. നെക്സ്റ്റ്, എ ബസ് ഇസ് മൂവിംഗ് ഓൺ എ സ്ട്രേറ്റ് റോഡ് വിത്ത് എ സ്പീഡ് ഓഫ് 126 km/h. Is brought to rest after 350 meter. Calculate the acceleration of the bus, the time taken by the bus to come to rest. നമ്മൾ നോക്കിയപ്പോൾ ഒരു ബസ് മൂവ് ചെയ്യുന്നു. ശരിയല്ലേ? എ ബസ് ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് യു എത്ര? 126 km/h. ശരിയല്ലേ? അപ്പം നമ്മൾ ഈ 126 km/h SI സിസ്റ്റം ആണോ? മീറ്റർ പെർ സെക്കൻഡിലല്ലേ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്? സോ വി ഹാവ് ടു സ്റ്റഡി 1 km/h എത്ര മീറ്റർ പെർ സെക്കൻഡാ? 5/18 മീറ്റർ പെർ സെക്കൻഡ്. എത്രയാണ്? മറക്കരുത്. 1 km/h എത്ര മീറ്റർ പെർ സെക്കൻഡാ? 5/18 മീറ്റർ പെർ സെക്കൻഡാ. അപ്പം 126 km/h എത്ര മീറ്റർ പെർ സെക്കൻഡാ? We can write 126 into 5/18 അല്ലേ? ക്യാൻസൽ ചെയ്യണം. 2 9s are 18, 2 6 are 12, 63 അല്ലേ? കിട്ടി. 9 7s are 63. That is 7 into 5, 35 meter per second. So ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണെന്ന് അവർ പറഞ്ഞേ? 126 km/h. അതിനെ എനിക്ക് എങ്ങനെയും വിളിക്കാം? 35 meter per second. മനസ്സിലായി? ഇറ്റ് ഈസ് ബ്രോട്ട് ടു റെസ്റ്റ്. അയാളെ എവിടെ കൊണ്ടുവന്ന്? അപ്പോൾ ഫൈനൽ വെലോസിറ്റി എത്രയാക്കി? 0. ഇനിഷ്യൽ 35 ആയിരുന്നു, ഫൈനൽ എത്രയാക്കി? 0. ആഫ്റ്റർ ട്രാവലിംഗ് അയാൾ എത്ര ദൂരം ട്രാവൽ ചെയ്തു? ഡിസ്പ്ലേസ്മെന്റ് എസ് ഇസ് ഈക്വൽ ടു 350 മീറ്റർ അല്ലേ? അപ്പോൾ U35 V0 ഡിസ്പ്ലേസ്മെന്റ് ഇസ് 350 മീറ്റർ. Calculate. The first one is acceleration and the second one is time. അപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് പോകാം. അപ്പോൾ U35 അല്ലേ? Then V0. Then displacement is 350 meter. Acceleration. V square is equal to U square plus 2AS. എടുത്തോട്ടെ. തേർഡ് ഇക്വേഷൻ. V ഉണ്ട്, U ഉണ്ട്, S ഉണ്ട്, A വേണം. V0 ആയി U35ൻ്റെ സ്ക്വയർ ആണ് പ്ലസ് 2 ഇൻറ്റു A ഇൻറ്റു 350. ശരിയല്ലേ? ഈ ടേം മൊത്തം LHSലോട്ട് വരുമ്പോൾ മൈനസ് 2 ഇൻറ്റു 350 ഇൻറ്റു A ഇസ് ഈക്വൽ ടു 35 സ്ക്വയർ. ശരിയല്ലേ? അപ്പോൾ A ഇസ് ഈക്വൽ ടു മൈനസ് A. എന്തുകൊണ്ടാണ് മൈനസ് വന്നേ? because the velocity decreases to 0. velocity കുറഞ്ഞു വന്നു അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മോഷൻ്റെത്. ആക്സിലറേഷൻ ഈസ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ബൈ 2 ഇൻറ്റു 350. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്താൽ 10 കിട്ടും. അപ്പോൾ എത്ര കിട്ടി? 35. ദാറ്റ് ഈസ് ആക്സിലറേഷൻ ബിക്കംസ് 3.5/2. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ? 3.5/2 meter per second square കിട്ടി ആക്സിലറേഷൻ. ഓക്കെ, അത് കട്ട് ചെയ്യാം. 1.75 സംതിങ് കിട്ടും. ശരിയല്ലേ? വാട്ട് ടൈം മേ ബി എനിക്ക് അങ്ങനെ ആക്സിലറേഷൻ ഇട്ടാൽ മതി. അപ്പോൾ ആക്സിലറേഷൻ കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണം? വി വാണ്ട് ദ ടൈം ടേക്കൺ. ഇക്വേഷൻ എടുക്കാം. വി ഈസ് ഈക്വൽ ടു യു മൈനസ് 80, യു പ്ലസ് 80 എന്നാണ്. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 80. ഓക്കെ, അപ്പം നമുക്കിനി
അടുത്ത് നോക്കാം. ദ ടൈം ടേക്കൺ ബൈ ദ ബസ് ടു കം ടു റെസ്റ്റ്. എത്ര സമയം കൊണ്ട് എൻ്റെ ബസ് റെസ്റ്റിലെത്തും നോക്കാം. ദാറ്റ് ഈസ് വി ടൈം വേണം. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 80 എടുത്ത് നോക്കാം നമുക്ക്. പിന്നെന്ത്, നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഇക്വേഷൻസ് ഇരിക്കല്ലേ. വാട്ട് ഈസ് ദ ഫൈനൽ വെലോസിറ്റി? 0 ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ ഇനിഷ്യൽ വെലോസിറ്റി? 35. ശരിയല്ലേ? വാട്ട് ഈസ് ദ ആക്സിലറേഷൻ? ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ്. ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ മൈനസ്. സോ ഇറ്റ് ഈസ് മൈനസ് റിട്ടാർഡേഷൻ. ആ വെലോസിറ്റി കുറഞ്ഞു 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 വന്ന് 0 ആവുക അല്ലേ? കുറയുന്നു. -3.5/2 ഇൻറ്റു ടി. ഓക്കെ, അപ്പം ഈ LHSൽ കിടക്കുന്ന ആളിനെ നമുക്ക് RHS കിടക്കുന്ന ആളിനെ നമുക്ക് LHSലോട്ട് കൊണ്ടുപോകാം. എന്താ മിസ്സേ, LHS RHS ഒന്നും കൂടെ തിരിഞ്ഞു പോന്നേ. ഓക്കെ ഓക്കെ ഓക്കെ, സമ്മതിച്ചു. 3.5/2 ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു 35. ഓക്കെ, ഓർ വി വിൽ റൈറ്റ് 3.5t ഇസ് ഈക്വൽ ടു 35 ഇൻറ്റു 2 which is equal to, then ഇങ്ങോട്ട് എഴുതാം, t is equal to 35 into 2 by 3.5, or the answer becomes 10 into 2, 20 seconds. Okay, so what is the time t? Time becomes 20 seconds. അപ്പോൾ എന്തൊക്കെ മനസ്സിലായി? ക്ലിയർ ആയോ? What is the acceleration here? Acceleration becomes -3.5/2 meter per second square and time t is equal to 20 seconds. എൻ്റെ ടൈം എത്ര കിട്ടി? 20 seconds കൊണ്ട് ഇയാൾ വന്ന് നിന്നു. ക്ലിയർ? ഓക്കെ, പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. മനസ്സിലായല്ലോ? വെരി ഗുഡ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കുന്നത്? എ ബുള്ളറ്റ് ഫയർഡ് ഇൻ ടു എ വുഡൻ ബ്ലോക്ക് loses half of its velocity after penetrating 40 centimeter. Find the distance it penetrates further before coming to rest. എന്താ പറഞ്ഞേക്കുന്നേ? A bullet fired into a wooden block loses half of its velocity after penetrating 40 seconds. അപ്പോൾ ഒരു വുഡൻ ബ്ലോക്ക് ഉണ്ട്. സപ്പോസ് ദിസ് ഈസ് അവർ വുഡൻ ബ്ലോക്ക്. ഇതാണ് നമ്മുടെ വുഡൻ ബ്ലോക്ക് എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളൊരു വുഡൻ ബ്ലോക്ക് കണ്ടു. സോ ദിസ് ഈസ് അവർ വുഡൻ ബ്ലോക്ക്. ഓക്കെ, ക്ലിയർ? ഈ വുഡൻ ബ്ലോക്കിനകത്തോട്ട് ഒരു ബുള്ളറ്റ് വന്ന് ഹിറ്റ് ചെയ്തു. അപ്പം നമുക്ക് ബുള്ളറ്റ് കാണിക്കാം. യെസ്, ദർ ഇസ് എ ബുള്ളറ്റ്. ദാണ്ടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വന്ന ബുള്ളറ്റ് കണ്ടോ? ഇതാണ് നമ്മുടെ ബുള്ളറ്റ്. ഈ ബുള്ളറ്റ് എന്ത് ചെയ്തു? ഇറ്റ് ഹിറ്റ്സ്. ഇയാൾ ഇവിടെ വന്ന് ഈ സർഫസിൽ വന്ന് തട്ടി. ഓക്കെ, എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? പെനിട്രേറ്റ്സ് ദ വുഡൻ ബ്ലോക്ക്. അതുകൊണ്ടല്ലേ പറഞ്ഞേക്കുന്നത് ലോസസ് ഹാഫ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി ആഫ്റ്റർ പെനിട്രേറ്റിംഗ് 40 സെൻറ്റിമീറ്റർ. ഈ ബുള്ളറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇവിടെ വന്നപ്പോൾ അയാളുടെ വെലോസിറ്റി എത്രയായിട്ട് കുറഞ്ഞു? ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഇവിടെ വന്നപ്പോഴാണ് അയാളുടെ വെലോസിറ്റി എത്രയായിട്ട് കുറഞ്ഞത്? ഇറ്റ്സ് വെലോസിറ്റി റെഡ്യൂസസ് ടു എത്രയാ? 40. അപ്പം ഇത് യു ആയിരുന്നു. ഇറ്റ്സ് വെലോസിറ്റി റെഡ്യൂസസ് ടു ഹാഫ്. അപ്പോൾ ഇത് യു ആയിരുന്നെങ്കിൽ ഇവിടെ എത്രയായി? u/2 ആയി. എത്ര ദൂരം ട്രാവൽ ചെയ്തു? ദിസ് ഡിസ്റ്റൻസ്, ദിസ് ഇസ് 40 സെൻറ്റിമീറ്റർ. ഓക്കെ, 40 സെൻറ്റിമീറ്റർ ദൂരം ട്രാവൽ ചെയ്തപ്പോഴത്തേക്കും അയാളുടെ വെലോസിറ്റി എത്രയായി മാറി? ഹാഫായി. വന്ന് തട്ടിയതിൻ്റെ ഹാഫായി. എങ്കിൽ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഇറ്റ് പെനിട്രേറ്റ്സ് ഫർദർ. ഇനി എത്ര ദൂരം കൂടി ഇയാൾ പെനിട്രേറ്റ് ചെയ്യും ബിഫോർ കമ്മിങ് ടു റെസ്റ്റ്? അതായത് ബുള്ളറ്റ് ഇനി എത്ര ദൂരം കൂടെ ചെല്ലുമ്പോഴത്തേക്കും ബുള്ളറ്റ് റെസ്റ്റിലാവും, 0-യിലാവും, സ്പീഡ് 0 ആവും, വെലോസിറ്റി 0 ആവും. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമ്മുടെ ബുള്ളറ്റിൻ്റെ മോഷൻ ഇങ്ങോട്ട് നോക്കാമെങ്കിൽ ആദ്യത്തെ സ്പീഡ് u എത്രയായി മാറി? സ്പീഡ് u/2 ആയി മാറി. എത്ര ദൂരം ട്രാവൽ ചെയ്തപ്പോഴത്തേക്കും? 40 സെൻറ്റിമീറ്റർ. ഇനി ഒരു എസും കൂടെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും അയാളുടെ സ്പീഡ് എത്രയായി മാറും? 0 ആയി മാറും. അയാളുടെ സ്പീഡ് എത്രയായി മാറും? 0 ആയി മാറും. ശരിയല്ലേ? എങ്കിൽ ഇതെങ്ങനെ സോൾവ് ചെയ്യും? നമുക്ക് ഈ മോഷനെ രണ്ടായിട്ട് കട്ട് ചെയ്യാം. നമുക്ക് ഈ മോഷനെ 2 പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാം. കണ്ടോ? ഇങ്ങനെ ഞാൻ 2 പാർട്ടായിട്ട് കട്ട് ചെയ്യുക. ആദ്യത്തെ പാർട്ടിൽ u/2 ആയിട്ട് മാറി. രണ്ടാമത്തെ പാർട്ടിൽ u/2 0 ആയി മാറി.
അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ്. ദിസ് ഈസ് അവർ സെക്കൻഡ് പാർട്ട്. ക്ലിയർ ആയോ? അപ്പോൾ ഫസ്റ്റ് പാർട്ട് എടുക്കാമെങ്കിൽ ഫസ്റ്റ് പാർട്ടിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി എത്ര? ഇനിഷ്യൽ വെലോസിറ്റി ഈസ് യു അല്ലേ? ഫസ്റ്റ് പാർട്ടിൻ്റെ ഫൈനൽ വെലോസിറ്റി എത്ര? ഫൈനൽ വെലോസിറ്റി ഈസ് യു ബൈ 2. ഓക്കെ, ഫസ്റ്റ് പാർട്ടിൽ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 40 സെൻറ്റിമീറ്റർ. ശരിയല്ലേ? അപ്പം ഫസ്റ്റ് പാർട്ടിൻ്റെ യു ഉണ്ട്, വി ഉണ്ട്, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. ഇക്വേഷൻ ഏതെടുക്കാം? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എടുക്കട്ടെ. യു ബൈ 2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു 40. ശരിയല്ലേ? ആണല്ലോ. ഇനി ബാക്കി നമുക്ക് അപ്പുറത്തെ സ്ലൈഡിലോട്ട് എഴുതാം. സോ വി വിൽ റൈറ്റ് യു ബൈ 2 ദ ഹോൾ സ്ക്വയർ, യു സ്ക്വയർ ബൈ 4 ഇസ് ഈക്വൽ ടു യു സ്ക്വയർ. ശരിയല്ലേ? എങ്ങനെ എഴുതിയത്? യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 40 80a. ശരിയല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പിൽ യു സ്ക്വയർ ബൈ 4 മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 80a. ആണോ? 1/4ൽ നിന്ന് 1 കുറച്ചാൽ മൈനസ് 3/4 യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 80a, or a is equal to മൈനസ് 3/4 യു സ്ക്വയർ ഉണ്ട്, 80 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ. സോ ദിസ് ഈസ് ദ ആക്സിലറേഷൻ. അപ്പം നമുക്ക് എന്ത് കിട്ടി? ആക്സിലറേഷൻ കിട്ടി. ആക്സിലറേഷൻ്റെ വാല്യൂ എത്രയാ? ഇങ്ങനെ വേരിയബിളായിട്ട് കിടക്കുക. ശരിയാണ്, സംബന്ധിച്ചു. എന്നാലും നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു മൈനസ് 3 യു സ്ക്വയർ ബൈ 4 ഇൻറ്റു 80. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് എൻ്റെ വുഡൻ ബ്ലോക്ക് എത്രമാത്രം നെഗറ്റീവ് ആക്സിലറേഷൻ, ഒപ്പോസിങ് ആക്സിലറേഷൻ കൊടുത്തു, റിറ്റാർഡേഷൻ കൊടുത്തു എന്ന് മനസ്സിലായി. ക്ലിയർ ആണോ? എങ്കിൽ ഇത് തന്നെ ഞാൻ സെക്കൻഡ് പാർട്ടിലോട്ട് കൊണ്ടുപോകാൻ പോവാം. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ഇൻ ദ സെക്കൻഡ് പാർട്ട് ദ ഇനിഷ്യൽ വെലോസിറ്റി യു ബൈ 2 ബിക്കം 0. കണ്ടോ? അപ്പോൾ സെക്കൻഡ് പാർട്ടിലെ ഇനിഷ്യൽ വെലോസിറ്റി എത്ര? യു ബൈ 2. അയാളുടെ ഫൈനൽ വെലോസിറ്റി എത്ര? 0. അയാളുടെ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? റിറ്റാർഡേഷൻ ഇപ്പം നമുക്ക് ഇവിടുന്ന് കിട്ടി. ഈ ഫുൾ വുഡൻ ബ്ലോക്ക് കൊടുത്ത റിറ്റാർഡേഷൻ സെയിം അല്ലേ? അപ്പോൾ റിറ്റാർഡേഷനും കിട്ടി. ശരിയല്ലേ? അപ്പോൾ സെക്കൻഡ് പാർട്ട് നോക്കാമെങ്കിൽ യു ബൈ 2 ബിക്കംസ് 0 അല്ലേ? അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി യു ബൈ 2, ഫൈനൽ വെലോസിറ്റി 0 ആയി മാറി. റിറ്റാർഡേഷൻ സെയിം വുഡൻ ബ്ലോക്ക്, ഇയാൾ തന്നെയാണ് റിറ്റാർഡേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ ഒന്നും കൂടെ എഴുതാം. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറയുന്ന ഇക്വേഷൻ ഒന്നും കൂടെ എഴുതട്ടെ. ഹിയർ വി സ്ക്വയർ 0 ഇസ് ഈക്വൽ ടു യു സ്ക്വയർ, യു ബൈ 2 ആണ് ഇപ്പോഴത്തെ യു സ്ക്വയർ. അപ്പോൾ എത്ര കിട്ടും? യു ഡാഷ് എന്ന് കൊടുക്കാം. യു സ്ക്വയർ ബൈ 4 മൈനസ് ഏത് മൈനസ്? ആക്സിലറേഷൻ്റെ മൈനസ് 2 ഇൻറ്റു എ എത്ര കിട്ടി? 3 യു സ്ക്വയർ. ആ മൈനസ് ആണേ ഫ്രണ്ടിൽ എടുത്തിട്ടത്. 4 ഇൻറ്റു 80 ഇൻറ്റു എസ്. ഓക്കെ, RHSൽ കിടക്കുന്ന നെഗറ്റീവ് ടേം LHSലോട്ട് കൊണ്ടുപോവാ. 2 ഇൻറ്റു 3 യു സ്ക്വയർ ഇൻറ്റു എസ് ബൈ 4 ഇൻറ്റു 80 ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 4 കിട്ടി. യു സ്ക്വയറും വെട്ടിക്കളയട്ടെ. 4ഉം 4ഉം വെട്ടിക്കളയാം നമുക്ക്. പിന്നെ ആരുണ്ട്? എസ് ഇസ് ഈക്വൽ ടു 80 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മുകളിലും പോയി. താഴോട്ട് ആരൊക്കെ വന്നു? വി ഗോട്ട് 2 ഇൻറ്റു 3 അല്ലേ? 80യും 2ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ ആൻസർ ബിക്കംസ് 40/3 സെൻറ്റിമീറ്റർ. എന്തുകൊണ്ടാ? ക്വസ്റ്റ്യനകത്ത് അവരെന്താ പറഞ്ഞിരുന്നത്? നമ്മൾ സെൻറ്റിമീറ്റർ മാറ്റിയില്ലല്ലോ അല്ലേ? അപ്പോൾ എത്ര ഡിസ്റ്റൻസ് കിട്ടി? സെൻറ്റിമീറ്റർ. 40/. സോ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് നൗ? ദ ഡിസ്പ്ലേസ്മെൻറ്റ് ബിക്കംസ് 40/3 സെൻറ്റിമീറ്റർ. കണ്ടോ? അപ്പം നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ പാർട്ടിൽ നിന്നും റിറ്റാർഡേഷൻ എന്ന് വെച്ചാൽ എന്തുവാ? കുറയുന്ന ആക്സിലറേഷൻ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് ആ റിറ്റാർഡേഷൻ നെഗറ്റീവ് ആക്സിലറേഷൻ കൊണ്ടുവന്ന് എവിടെ കൊണ്ടുവച്ചു? സെക്കൻഡ് പാർട്ടിൽ, വെയർ ദ സ്പീഡ് ഡിക്രീസസ് ഫ്രം യു ബൈ 2 ടു 0. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര കിട്ടി? 40/3 സെൻറ്റിമീറ്റർ. എന്ന് വെച്ചാൽ ആദ്യമേ 40 സെൻറ്റിമീറ്റർ ട്രാവൽ ചെയ്തപ്പോഴാണ് പകുതി സ്പീഡായത്.
എങ്കിൽ ബാക്കി പകുതി സ്പീഡും കൂടെ കുറഞ്ഞ് 0 ആക്കാൻ എത്ര ദൂരം കൂടെ ട്രാവൽ ചെയ്താൽ മതി? 40/3. ക്ലിയർ? ഓക്കെ, മനസ്സിലായല്ലോ? ഈസ് ദർ എനി ഡൗട്ട്? അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? നോൺ യൂണിഫോം മോഷൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്തു? നോൺ യൂണിഫോം മോഷൻ ഡീറ്റെയിൽ ആയിട്ട്. ഇക്വേഷൻസ് ഓഫ് നോൺ യൂണിഫോം മോഷൻ: v = u + at, s = ut + ½ at², v² = u² + 2as, and sn = u + a × n - 1/2. അതിന് മുന്നേ ആക്സിലറേഷൻ എന്താന്ന് നോക്കി, ശരിയല്ലേ? അല്ലേ? പോസിറ്റീവ് ആക്സിലറേഷൻ എപ്പോൾ, നെഗറ്റീവ് ആക്സിലറേഷൻ എപ്പോൾ, ആവറേജ് ആക്സിലറേഷൻ എങ്ങനെ എടുക്കും, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എങ്ങനെ എടുക്കും. ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ നമ്മൾ എങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യും? ഇറ്റ് ഈസ് ദ ആക്സിലറേഷൻ ഫോർ എ ഗിവൺ ഇൻസ്റ്റൻറ്റ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓർ ഡിഫറൻഷ്യൽ ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇറ്റ് ഈസ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓർ ഡിഫറൻഷ്യൽ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ക്ലിയർ? 1-2 പ്രോബ്ലംസും നമ്മൾ ചെയ്ത് നോക്കി. നമുക്കറിയാവോ തന്ന ഇക്വേഷൻ പ്രോപ്പറായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, വാല്യൂ കിട്ടുന്നുണ്ടോ? കറക്റ്റായിട്ട് ചെയ്തു, ശരിയല്ലേ? സോ ഹോപ്പിംഗ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി, എല്ലാവരും എൻജോയ് ചെയ്തു, ശരിയല്ലേ? നോൺ യൂണിഫോം മോഷൻ പെർഫെക്റ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഓക്കെ.